തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമം തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസിനെ വീണ്ടും സംശയനിഴലിൽ നിർത്തിയ അധികൃതർ. ഹാരിസിന്റെ മുറിയിൽ ആരോ കയറിയതായി CCTV ദൃശ്യങ്ങളിൽ ഉണ്ടെന്നും കഴിഞ്ഞ ദിവസം നടന്ന പരിശോധനയിൽ 2-ാം തീയതി വാങ്ങിയ മോർലോസ്കോപ്പിന്റെ ബിൽ കണ്ടെത്തിയെന്നും പ്രിൻസിപ്പൽ ഡോക്ടർ PK ജബ്ബാർ പറഞ്ഞു. ഡോക്ടർ ഹാരിസിന് പൂർണ്ണ പിന്തുണ അറിയിച്ച KGM-CTA രംഗത്തെത്തി. അതേസമയം ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരോഗ്യമന്ത്രിയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണം. തന്റെ മുറിക്ക് ഒരു സുരക്ഷിതത്വവുമില്ല. തന്റെ അസാന്നിധ്യത്തിൽ തന്റെ മുറിയിൽ പ്രിൻസിപ്പലും സൂപ്രണ്ടും ഡെപ്യൂട്ടി സൂപ്രണ്ടും പരിശോധന നടത്തി. ഫയലുകളും വിലപിടിപ്പുള്ള ഉപകരണങ്ങളുമുള്ള ആ മുറിയിൽ എന്തെങ്കിലും തിരിമറി നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു എന്നുള്ള ഡോക്ടർ ഹാരിസിന്റെ കുറിപ്പ് ന്യൂസ് മലയാളം പുറത്തുവിട്ടതിന് പിന്നാലെയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ വിശദീകരണവുമായി രംഗത്തെത്തിയത്. ഡോക്ടർ ഹാരിസിനെ സംശയത്തിൽ നിർത്തുന്ന പ്രതികരണമാണ് പ്രിൻസിപ്പലും സൂപ്രണ്ടും നടത്തിയത്. ഉപകരണം കാണാതായ പരാതിയിൽ 2-ാം തീയതിയും 6-ാം തീയതിയും 7-ാം തീയതിയും പരിശോധന നടത്തി. 6, 7 തീയതികളിൽ ഡോക്ടർ ഹാരിസിന്റെ മുറിയിൽ പരിശോധന നടത്തിയപ്പോൾ 6-ാം തീയതി ഇല്ലാതിരുന്ന ഒരു പെട്ടി 7-ാം തീയതി കണ്ടെത്തി. ആ പെട്ടിയിൽ ഉണ്ടായിരുന്നത് നെഫ്രോസ്കോപ്പ് എന്ന ഉപകരണമാണെങ്കിലും പെട്ടിക്ക് മുകളിലെ പേപ്പർ 2-ാം തീയതി വാങ്ങിയ മോർസിലോസ്കോപ്പിന്റെ ബില്ലാണ്. CCTV ദൃശ്യങ്ങളിൽ ഒരാൾ ഹാരിസിന്റെ മുറിയിൽ പ്രവേശിക്കുന്നത് കണ്ടുവെന്നും വെളിപ്പെടുത്തൽ. CCTV നോക്കിയപ്പോൾ അതിന്റെ ഉള്ളിൽ വേറെ ആരോ കടന്നതായിട്ട് തോന്നി, ഒരു അടയാളമായി കാണുന്നു. അപ്പൊ അതിനുവേണ്ടി വിശദമായിട്ട് പരിശോധന നടത്തേണ്ടിയിരുന്നു. CCTV ഒന്നുകൂടെ പരിശോധിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞു, ശ്രീജി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വിശദമായി പരിശോധിക്കാൻ കാര്യങ്ങൾ ബാക്കിയുണ്ട്. കടുത്ത മാനസിക സമ്മർദ്ദത്തിന് ചികിത്സയിലുള്ള ഡോക്ടർ ഹാരിസിനെ അപമാനിക്കുന്ന തരത്തിലാണ് മെഡിക്കൽ കോളേജ് അധികൃതർ പെരുമാറിയതെന്ന് ഡോക്ടർമാരുടെ സംഘടന. ഡോക്ടർ ഹാരിസിനൊപ്പം നിൽക്കും. അപ്പോൾ എന്താണ് ഇതിന്റെ പിന്നിൽ നടന്നതെന്ന് വ്യക്തമായിട്ട് അന്വേഷിക്കട്ടെ. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു അന്വേഷണം തന്നെയാണ് വേണ്ടത്. അത് ഏത് തരത്തിലുള്ള അന്വേഷണം വേണം എന്നുള്ളത് ഞങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ട് അത് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. സംഭവത്തിൽ പ്രതിപക്ഷ വിമർശനം ഇങ്ങനെ: ഡോക്ടറെ അപമാനിച്ച് ഇത് ആരും ഇനി വെളിപ്പെടുത്താതിരിക്കാൻ, ബാക്കിയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ വായടപ്പിക്കാൻ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഗൂഢാലോചനയാണ്. അതിനെ ഞങ്ങൾ ചെറുത്തു തോൽപ്പിക്കും. ഡോക്ടർ ഹാരിസിന്റെ മീതെ ഒരു നുള്ളും മണ്ണുവാരിയിടാൻ കേരളത്തിലെ പ്രതിപക്ഷം സമ്മതിക്കില്ല. അദ്ദേഹത്തെ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യും. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് ഉടൻ തന്നെ ആരോഗ്യവകുപ്പിന് റിപ്പോർട്ട് നൽകുമെന്ന് പ്രിൻസിപ്പലും സൂപ്രണ്ടും വ്യക്തമാക്കി. ഡോക്ടർ ഹാരിസ് അവധിയിൽ പ്രവേശിച്ച ശേഷം അദ്ദേഹത്തിന്റെ മുറിയിൽ ഒരു പെട്ടി വരുന്നു. ആ പെട്ടിയുടെ പുറത്ത് ഒരു ബില്ലുണ്ടാകുന്നു. അത് കാണാതായ ഉപകരണത്തിന്റെ പേരിലുള്ള ബില്ലാകുന്നു. അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് ആരോ കയറിയതായി CCTV ദൃശ്യങ്ങൾ ലഭിക്കുന്നു. പക്ഷേ ഇത്രയൊക്കെ ആയിട്ടും മെഡിക്കൽ കോളേജ് അധികൃതർ പോലീസിൽ അത് പരാതിപ്പെട്ടിട്ട് പോലുമില്ല. ഡോക്ടർ ഹാരിസ് ആരോപിക്കുന്നത് പോലെ ഒരു അട്ടിമറി ഉണ്ടോ എന്നുള്ള സംശയമാണ് ഇവിടെ ഉയരുന്നത്. PR പ്രവീണ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.